കൺസ്യൂമർ ഫെഡിലെ അഴിമതി സംബന്ധിച്ച് സതീശൻ പാച്ചേനി തയ്യാറാക്കി സമർപ്പിച്ച റിപ്പോർട്ട് ഡയറക്ടർ ബോർഡ് തള്ളി. തച്ചങ്കരിയുടെ തിരക്കഥയ്ക്കനുസരിച്ച് ഏകപക്ഷീയമായ റിപ്പോർട്ട് സമർപ്പിക്കുകയാണെന്ന് ജോയ് തോമസ് കുറ്റപ്പെടുത്തി. സത്യസന്ധരായ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ തയ്യാറാക്കിയ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോയെന്ന് പാച്ചേനി ചോദിച്ചു. സത്യസന്ധരായ മാനേജിംഗ് ഡയറക്ടർമാരെ ജോയ് തോമസ് പുകച്ച് പുറത്തു ചാടിച്ചുവെന്നും പാച്ചേനി കുറ്റപ്പെടുത്തി. കൺസ്യൂമർ ഫെഡ് ഡയറക്ടർ ബോർഡ് യോഗത്തിൽ സതീശൻ പാച്ചേനി കൺവീനറായ ഉപസമിതി റിപ്പോർട്ട് സമർപ്പിച്ചു. കൺവീനർ എന്ന നിലയിൽ പാച്ചേനി തയ്യാറാക്കി റിപ്പോർട്ട് മറ്റംഗങ്ങൾക്ക് നൽകുകയായിരുന്നു. എന്നാൽ ഉപസമിതി റിപ്പോർട്ടായി ഇതിനെ പരിഗണിക്കാൻ കഴിയില്ലെന്ന് ജോയ് തോമസ് അനുകൂലികൾ യോഗത്തിൽ നിലപാടെടുത്തു. റിപ്പോർട്ട് ചർച്ച ചെയ്യണമെന്ന ആവശ്യം ജോയ് തോമസ് തള്ളുകയും ചെയ്തു. തച്ചങ്കരിയുടെ തിരക്കഥയ്ക്കനുസരിച്ച് സതീശൻ പാച്ചേനി ഏകപക്ഷീയമായി റിപ്പോർട്ട് തയ്യാറാക്കുകയായിരുന്നുവെന്ന് ജോയ് തോമസ് കുറ്റപ്പെടുത്തി. തച്ചങ്കരിയുടെ റിപ്പോർട്ടുകളാണ് സതീശൻ പാച്ചേനി റിപ്പോർട്ടാക്കി ഇവിടെ ബോർഡിന് മുമ്പാകെ കൊണ്ടുവരികയും ബോർഡ് അത് അംഗീകരിക്കാതെ തള്ളുകയും ചെയ്തു. എന്നാൽ സത്യസന്ധരായ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ രേഖകൾ പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുകയായിരുന്നുവെന്ന് സതീശൻ പാച്ചേനി പറഞ്ഞു. റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഡയറക്ടർ ബോർഡിന് കഴിയുമോ എന്ന് പാച്ചേനി ചോദിച്ചു. ഞാൻ കണ്ടെത്തിയിട്ടുള്ള ഈ ഫൈൻഡിങ്സിൽ വസ്തുനിഷ്ഠമല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ, തെളിവുകളില്ലാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബോർഡ് അംഗങ്ങൾക്ക് അടുത്ത ബോർഡ് യോഗത്തിൽ അത് സംബന്ധിച്ച് ചർച്ച ചെയ്യാം. ഡയറക്ടർ ബോർഡിലെ ഭൂരിപക്ഷം ഉപയോഗിച്ചാണ് പാച്ചേനി തയ്യാറാക്കിയ റിപ്പോർട്ട് ജോയ് തോമസ് തള്ളിയത്. കൺസ്യൂമർ ഫെഡിലെ കോടികളുടെ അഴിമതി ആരോപണം സംബന്ധിച്ച് ഒരന്വേഷണവും ഫലത്തിലില്ല എന്ന നിലയിലാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. റിപ്പോർട്ടർ, കൊച്ചി.